എന്റെ പൊന്നു ശ്യാമ, ഇതെന്തോ ഇത് നമ്മുടെ ആരോഗ്യമുള്ളവർക്കും പറ്റാത്ത കാര്യം കാണിക്കുന്നത്. ഒരു പെങ്കൊച്ചാണെന്ന് ഓർത്തണം. അപ്പോൾ ആ പെങ്കൊച്ച അടിയോടടിയാണ്, രാവിലെ മുതൽ അടിയോടടിയാണ്. എൻ്റെ ദൈവമേ, നോക്ക്, ആ ഏതോ മനുഷ്യൻ്റെ അസ്ഥി പൊടിഞ്ഞ ആ ഭസ്മം എടുത്ത് ദേഹത്തേക്ക് ഇടുകയാണ്. ഇത് കുറച്ച് ചാരങ്ങളാണ്. ചാരം എന്ന് പറയുന്നത് ഇതിനകത്ത് കൈയുണ്ട്, കാലുണ്ട്, അസ്ഥികളുണ്ട്, ഒരുപാട് അവയവങ്ങൾ ഇങ്ങനെ ഭസ്മമായിട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ശവക്കൂനയാണ്. ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോങ്ങാണ്ട് കത്തിയെരിഞ്ഞ ഒരു അവശിഷ്ടമാണ് ഈ കാണുന്നത്. ഇനി അടുത്ത സെറ്റപ്പ് നമ്മൾ വേറെ കാണിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ശവം വരും. ഇതിന് ഇതുപോലെ തന്നെ ഈ കൂടയെടുത്ത് ഇവിടെ കമത്തുന്നു, ഇത് കത്തിക്കുന്നു, അങ്ങനെ ഭസ്മമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു വലിയ ശ്മശാനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ശ്മശാനത്തിൽ സാധാരണ ആരും വരാറില്ലല്ലോ, കൊണ്ട് കത്തിക്കുന്നു, പോകുന്നു. പക്ഷേ ഈ ശ്മശാനത്തിൽ പ്രത്യേകതയുണ്ട്, അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ശ്മശാനത്തിൽ പ്രത്യേകത എന്താണെന്ന് അറിയിക്കണമെങ്കിൽ ഒരു സുഹൃത്ത് നമ്മുടെ ഇപ്പം ജോയിൻ ചെയ്യും. ഇതാണ് ശ്യാമേ, ഒരു വലിയ ശ്മശാനത്തിൽ നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പകല് പോലും വരാൻ മടിക്കുന്ന ഒരുപാട് ശവങ്ങൾ ഇങ്ങനെ കത്തിയെരിയുന്ന ശ്മശാനം. ഈ ശ്മശാനത്തിലേക്കാണ് ശ്യാം എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഛത്തീസ്ഗഡിലാണ് അല്ലേ, നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ ഇവിടെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? ഞാനിപ്പം 3 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മുക്കും മൂലം എല്ലാം ശ്യാമിനെ അറിയാം. കേരളത്തിൽ എവിടെ താമസിക്കുന്നത്? കേരളത്തിൽ ഞാൻ കോട്ടയം പാമ്പാടിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കാഴ്ച എന്നെ കാണിക്കണമെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്, ഒരു പല മതവിശ്വാസങ്ങളിലും ഉണ്ട്, അച്ഛനമ്മമാര് കുട്ടികളെ അങ്ങനെ കൊണ്ട് എത്തുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെയും. അതായത് ഇവിടെ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിലെ അഹോരികളാക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഇവിടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയില്ല, കൊച്ചുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും നേരും, ഇനി ഞാൻ അച്ഛനാക്കാം, കന്യാസ്ത്രീയാക്കാം എന്നൊക്കെ പറഞ്ഞ് പിള്ളേരുടെ സമ്മതം ഇല്ലാതെ കൊണ്ട് കന്യാസ്ത്രീയാക്കാം, അച്ഛനൊക്കെ ആക്കും. അവസാനം അവരെങ്ങനെ ആവും എന്നുള്ളത് കണ്ടറിയാം. ഇവിടെ അതുപോലൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ജനിച്ചപ്പോഴേ കൊച്ചുങ്ങളെ പിടിച്ച് അഹോരികളാക്കാന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും നേർന്നു അല്ലേ. ആ പാവപ്പെട്ട പിള്ളേർ ഇവിടെ ഈ ശ്മശാനത്തിൽ ഇങ്ങനെ ജീവൻ തള്ളി നീക്കുകയാണ്. രാത്രി പകൽ ഇവിടെ തന്നെയാണോ? വീട്ടിലൊന്നും പോകത്തില്ല. ഈ ശവങ്ങളെല്ലാം കത്തിയിരിക്കുമ്പോൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. കൊച്ചു പിള്ളേരാണോ? അതെ അതെ, ഒരു 10-12 വയസ്സൊക്കെ കാണും. 2 പിള്ളേർ. അത് ഭയങ്കര കാഴ്ച. നിങ്ങൾ കണ്ടോ? ഇവിടെ ഇപ്പം ഞാൻ ശവം മാത്രമേ ഉള്ളൂ, ഒരു മനുഷ്യൻ പോലും ഇല്ല ഭാഗത്തല്ലേ. ഈ പട്ടാ പകൽ പോലും ഇവിടെ ആരുമില്ല. അപ്പോൾ രാത്രിയിലൊക്കെ എങ്ങനെ കിടന്ന് ഉറങ്ങുവര്? രാത്രി അവർ തന്നെ ഇവിടെ നിൽക്കുകയാണ്. അവർക്ക് പേടിയില്ല, ഹോരികളാൻ വേണ്ടി അവർ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ അവർ നേർച്ച അങ്ങ് കൊടുത്തിട്ട് പോയതാണ്. ഇത് കണ്ടോ, ഈ അടക്കുന്നവരുടെയൊക്കെ വസ്ത്രങ്ങൾ ശേഖരിച്ച സ്ഥലം അല്ലയോ? ഈ ദഹിപ്പിക്കുന്നവരുടെയൊക്കെ വസ്ത്രങ്ങളൊക്കെ ഈ കൊട്ടയിലാക്കും. അങ്ങനെ ആ കൊട്ട, ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ പേടി. മരണമെന്ന് പറയുമ്പോൾ എനിക്ക് പേടി കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാടുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, എവിടെ ഇല്ല. അപ്പോൾ മനസ്സിലായില്ല, ഈ വസ്ത്രങ്ങളൊക്കെ ഈ ശവത്തിന് വേണ്ടി ഉള്ള വസ്ത്രങ്ങൾ, ശവത്തിൻ്റെ വസ്ത്രങ്ങളാണ്. ഇതൊക്കെയാണ് ആ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ആഹാരങ്ങളും അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെയാണ് അവർ കഴിക്കുന്നത്. ശവസംസ്കാരം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫുഡുകൾ കാര്യങ്ങളൊക്കെയാണ് അവർ കഴിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും തന്നെ അവർക്കില്ല എന്നുള്ള വസ്ത്രങ്ങൾ. ഇതുപോലെ ശവത്തിന് കൂടെ വരുന്ന വസ്ത്രങ്ങൾ. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അറിയാലോ, നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന വ്യത്യസ്തമായുള്ള വിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ കാഴ്ച കാണണം. ഇങ്ങനെയുണ്ട് നമ്മുടെ ഈ രാജ്യത്ത്, ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഇങ്ങനെയുള്ള വിശ്വാസം നമ്മൾ കാണിക്കേണ്ടത് മാത്രമാണ്. എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് എത്തിയോ? ഇവിടെയാണ്. ഇത് കണ്ടോ, ഒരു പേടിപ്പെടുന്ന ഒരു ആലൊക്കെ നിൽപ്പുണ്ട്. ഈ ആലിൻ്റെ മൂട്ടിലാണ് വർഷങ്ങളായിട്ട് 10 വയസ്സുണ്ടെന്നാണ് ശ്യാം പറഞ്ഞത്. 10 വയസ്സുണ്ട് മൂത്ത കൊച്ചിനല്ലേ? എത്ര വയസ്സുണ്ടാവും? 8 വയസ്സുണ്ടാവും അല്ലേ? അപ്പോൾ ആ വയസ്സുണ്ടാവും. എന്തായാലും ഈ മരത്തിൻ്റെ മൂട്ടിലാണ് വർഷങ്ങളായിട്ട് നിൽക്കുന്നത്. ഇനി ആ കാഴ്ച കാണാൻ പോവുകയാണ്. ഇതാണ് എടുക്കരുതെന്ന് പറഞ്ഞേക്കാം. പുള്ളി എറിയ ജസ്റ്റ് പെർമിഷൻ എടുത്തു. എന്താ പറഞ്ഞേ പുള്ളി? എന്താ പറഞ്ഞേ? परमिशन भैया परमिशन ले लिया इधर में, इधर फोटो कैप्चर करने के लिए परमिशन ले लिया. किससे लिए? उधर है कर सकते हैं क्या? അകപ്പടെ പുള്ളി കലിപ്പാണ് കേട്ടോ. കൊച്ചു പയ്യനാ എനിക്ക് തന്നെ. വീഡിയോ ഓഡിയോ ഒന്നും എടുക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് भैया परमिशन ले लिया भैया, परमिशन ले लिया. എടുത്ത് എറിയ, കല്ലിരിക്കുന്നുണ്ടോ? भैया परमिशन ले लिया, आ सकता है क्या? അങ്ങോട്ട് ചെല്ലുന്നു. പൈസ കൊടുത്താലോ ശ്യാമേ? ആപ്കോ ദക്ഷിണ പൈസ കൊടുത്ത് നോക്കാം കേട്ടോ.
ഇത് സംഭവം പൈസ കൊടുക്കട്ടെ छोड़ ഓക്കെ അതെ ശരി അത് कर सकते हैं क्या വരട്ടെ भैया पहले आदेश लेके आता हूँ जी 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 എന്താ പറഞ്ഞേ उसके बाद जी 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 എന്താ പറഞ്ഞേ പെർമിഷൻ എടുത്തിട്ട് പെർമിഷൻ എടുക്കട്ടെ ഇത് പറഞ്ഞേക്കെന്ന് വെച്ചാൽ അകത്ത് അവരുടെ ചേച്ചിയുണ്ട് അതിനോട് പെർമിഷൻ എടുക്കട്ടെ പറഞ്ഞു പയ്യൻ കണ്ട കലിപ്പ് കണ്ടോ ഒരു കല്ലൊക്കെ എടുത്ത് ചെറുക്കാൻ എറിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെറിഞ്ഞു പറ്റി എന്നെ കൊല്ലാനാണ് ഇവിടെ കൊണ്ടുവന്നത് ക്യാമറ നേരെ എറിഞ്ഞാൽ തീർന്നേനെ കേട്ടോ ആ പയ്യന്റെ കലിപ്പ് ഉണ്ട് ഇവര് ക്യാമറ ഒന്നും അടുപ്പിക്കത്തില്ലല്ലേ ഇല്ല ഇവര് മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഒഴിഞ്ഞ താമസിക്കുന്നു യൂസ് ചെയ്യാറില്ല അവര് കണ്ടോ ശരിക്കും പറഞ്ഞാൽ അഹോരികളുടെ ജീവിതമാണ് ക്യാമറ പോലും അവർ അനുവദിക്കത്തില്ല ആ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ചിലത് പറഞ്ഞേക്കുന്നേ അപ്പോൾ നമ്മൾ ഇനി ആ കാഴ്ച കാണാൻ പോവുകയാണ് അയാൾ എന്തെങ്കിലും പെർമിഷൻ തന്നിട്ടുണ്ട് या फोटो वोटो मत खींचना है नो शूट करना है फोटो वोटो कुछ मत खींचना എന്താ പറഞ്ഞേ ഫോട്ടോ എടുക്കരുന്നോ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു ഫോട്ടോ എടുക്കരുന്നോ ഫോട്ടോ भैया एक बार पूछो भैया एक बार पूछो ना പറഞ്ഞേക്കുന്നത് നമുക്ക് എന്തായാലും माता जी को एक बार पूछो ना ഓഫാക്കി എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത് ആ പയ്യൻ ഭയങ്കര ബുദ്ധിയുള്ളതാണ് കേട്ടോ ചെറിയ കാര്യം പോലും ചെറുക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നില്ല അവൻ്റെ പെങ്ങൾ അടുത്തുണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പയ്യൻ ഇങ്ങനെ ഒരു വിരട്ടിയേക്കുന്നത് കല്ലെടുത്ത് എറിഞ്ഞാലും തീർന്നേനെ എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോകും ക്യാമറ തൽക്കാലത്തേക്ക് കാണിക്കണം ഹൈഡ് ചെയ്ത് വെക്ക് വീണ്ടും കലിപ്പാവും ഞാൻ വരട്ടെ കലിപ്പാന്നോ സമ്മതിക്കില്ല സമ്മതിക്കില്ല അവർ സമ്മതിക്കുന്നില്ല ഇല്ലേ नहीं बोल रहे നോ मिलना है तो आ सकते हो ജസ്റ്റ് ഓഡിയോ ഓള്ളി നോ വീഡിയോ कर रहा हाँ आ जाओ മാം आदेश ഓക്കെ പറഞ്ഞോ നീ എറി കല്ലെടുത്ത് എറി ഇല്ല ഇല്ല അവനാണ് കല്ലെടുത്ത് എറി അവനാണ് മാഫ് കീജിയേ മാം മാഫ് കീജിയേ നിനക്ക് ഹിന്ദി അറിയത്തില്ലേ ഹിന്ദി അറിയില്ല അതിലെ പ്രശ്നം കുറച്ച് സംസാരിക്കേ അയ്യോ എന്താ പറഞ്ഞേ കുറച്ച് നാളായിട്ട് വേറെ കട്ടിയിരിക്കുകയാണോ? നമ്മൾ ശല്യക്കാരല്ലെന്ന് പറ കട്ടിയിരിക്കുകയാണോ ആ കട്ടി തരും മാതാജി जी जी ദൂരെ നിൽക്കാനോ हाँ यस इधर आ। പറ നമ്മൾ ശല്യക്കാരല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി हम लोग दिक्कत कोई दिक्कत कर नहीं है उसका शरीर में कुछ प्रॉब्लम है इसलिए करके മാതാജി ഉസ്കാ ബോഡി का कुछ प्रॉब्लम है ഇപ്പൊ കഥ മാറിയില്ലേ കഥ മാറിയില്ലേ അല്ല അത് പറഞ്ഞാൽ എന്നാലും അടുപ്പിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇവർ സമ്മതിക്കത്തില്ല അപ്പോൾ എന്തായാലും ഇത് ശരിക്കും ക്യാമറ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് ഇവർ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല नहीं है उसका ക്യാമറ നെയ്യേ ऑफ किया ക്യാമറ ഓഫ് ഹേ ऑफ किया നോ പ്രോബ്ലം ഓക്കെ സമ്മതിക്കുന്നില്ല കേട്ടോ ഒരു വിധത്തിൽ എടുക്കുന്നില്ല ക്യാമറ താത്തുപിടി പുള്ളിക്കാരൊക്കെ നോക്കുന്നുണ്ട് എറിഞ്ഞാണ് പൊട്ടി ചെയ്യാൻ തീർന്നു തന്നെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം കൊച്ചു പ്രായത്തിലാണ് ഈ മദ്യപിക്കുന്നത് ഈ കൊച്ചിനെ കണ്ട് 10-12 വയസ്സ് അല്ലെങ്കിൽ 10-15 വയസ്സ് കൂട്ടിക്കോ ഈ പയ്യനെ കണ്ട് 10-12 വയസ്സ് ഈ പ്രായത്തിലുള്ള പിള്ളേരാണ് മദ്യപിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് പോലും മദ്യം കൊടുക്കാൻ പേടിയാണ് ബിവറേജുകാർക്ക് ഇവിടെ കൊച്ചു പിള്ളേർക്കാണ് പക്ഷേ നമ്മൾ കാണിക്കുന്നതിന് അബദ്ധമാണെങ്കിലും ഇങ്ങനെയുള്ള ആചാരങ്ങളും ആശയങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാണിക്കാൻ വേണ്ടി കണ്ടോ മദ്യം ഒഴിക്കുന്നുണ്ടോ നല്ല കട്ട മദ്യമാണ് നല്ല ഒറിജിനൽ സാധനമാണ് ഈ പെങ്കൊച്ച് കുടിക്കാൻ പോകുന്നത് വെള്ളം പോലും ചേർക്കാതെയാണ് വെള്ളം പോലും ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കുന്നുണ്ടോ പാനിയേ ആ പാനി ഓക്കെ ദൂരത്ത് നീക്കി നമുക്ക് നല്ല കട്ട സാധനം പെങ്കൊച്ച് കുടിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ കരൾ എത്രത്തോളം നാൾ കാണുമെന്നുള്ള ദൈവത്തിനറിയാം നമുക്ക് കാണാൻ നല്ല സുന്ദരി കൊച്ചാണ് നല്ല വെളുത്ത് ചുവന്ന് നല്ല നീളമുള്ള മുടിയൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് കൊച്ച പക്ഷേ കയ്യിരിപ്പ് ഇതാണ് ആ പെങ്കൊച്ചിനെയൊക്കെ ശരിക്കും പറഞ്ഞ് വഴി തെറ്റിച്ച അച്ഛനും അമ്മയെന്ന് ഞാൻ പറയത്തുള്ളൂ അതൊക്കെ എടുത്ത് ദൈവത്തിനെ നിവേദിക്കാൻ തോന്നുന്നു കേട്ടോ നമുക്കല്ലേ 2 തുള്ളിയൊക്കെ മധ്യമന്മാരെ 2 തുള്ളിയൊക്കെ ദൈവത്തിൽ ഉണ്ട് ആ പിടിക്കുന്ന സ്റ്റൈൽ കണ്ടോ जय महाकाल आदेश ആദേശ് കണ്ടോ ഓ കട്ട അടി കേട്ടോ ആ പിടിക്കുന്ന സ്റ്റൈൽ കണ്ടോ ഇങ്ങനെയാണ് ആ പിടിക്കുന്ന സ്റ്റൈല് അപ്പോൾ അത് ഫുള്ളായിട്ട് അകത്താക്കി ഇനിയാണ് കോനാമ്പേച്ച കാണാൻ പോകുന്നത് കേട്ടോ ഇതൊക്കെ അടിക്കുമ്പോഴാണ് ഈ കോനാമ്പേച്ചൊക്കെ പുറത്തോട്ട് വരുന്നത് ഇല്ലാത്ത ദൈവം പുറത്ത് ചാടും ആ തലയോട്ടിലാണ് കുടിക്കുന്നത് കേട്ടോ ഇത് വെറും ഇതല്ല നിങ്ങളൊരു ചിരട്ടയെന്ന് വിളിക്കുക തലയോട്ടിലാണ് ഇവർ കുടിക്കുന്നത് അപ്പോൾ നല്ല ഫിറ്റായി തോന്നുന്നു മാതാജി ഓക്കെ മേരക്കോ ശരീരം ഏക്ക് ഭൂത് സമച്ചാ മേര ലാംഗ്വേജ് സമച്ചാ മേരക്കോ ശരീരം ഏക്ക് ഭൂത് नो स्लीपिंग नींद नहीं आती क्या रात भर नींद नहीं आती नींद नहीं ഓക്കെ അപ്പം ഞാൻ രാത്രി എനിക്ക് ഉറക്കമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ എന്തോ ചെയ്യാൻ പോവുകയാണ് അവരെന്നല്ല ആ പെങ്കൊച്ച് എൻ്റെ അനിയത്തിയുടെ പ്രായം പോലും ഇല്ലാത്ത കൊച്ചു കൊച്ചാ കേട്ടോ ഉണ്ട് അവർ ആണ്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് ആടി കാണിക്കാം പല ഒന്ന് എറിക്കുമെന്ന് അറിയട്ടെ കണ്ടോ പൂതം പോകുന്നവരൊക്കെ ഒന്ന് ആടി കാണിക്കുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആകും ഇതൊക്കെയാണ് കാണിക്കുന്നത് അയ്യോ
ओके 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 ये मेरे फूद दूर से जा रहे हैं। ओह नमो। जा बेटा, हाँ। अब तेरे को ठीक लगेगा। ठीक है ओके ठीक है ठीक मेरे है। फूद जा रहा हूँ। आदेश, महाकाल का आदेश है, अब तुम ठीक हो जाओगे। ഓക്കെ ധന്യവാദ് ധന്യവാദ് जय ഓക്കെ ഇതാണ് जय महाकाल। ജയ് ആദേശ് ആദേശ് आदेश ആദേശ് ഇതൊക്കെയാണ് സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇത് രാത്രിയിലും പകലെല്ലാം ഇവർ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ദീദി ഓ ആപ്കോ ഡർ नहीं है नहीं, क्यों दूर ओके 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 हम बचपन से बेटा यहीं से है, ഓക്കെ ബച്പൻ സേ हमको किसी चीज का डर नहीं है। അപ്പോൾ കൊച്ചുനാൾ മുതൽ ഇവിടെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ പേടിയൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഓക്കെ നൈറ്റ് കോ കിധർ जा रहे हम यहीं रहते हैं, हमारा यही घर है। അപ്പോൾ ഇത് പറയുന്നത് രാത്രിയിൽ ഇവിടെ തന്നെയാണെന്നാണ് പറയുന്നത്. രാത്രിയും പകലും എല്ലാം ഒരേപോലെ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. जय महाकाल आदेश। നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇപ്പം മാറ്റി തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ അനുഭവിക്ക്. बेटा गैस होता है, ഗ്യാസ് ഉണ്ടോ എന്ന്? गैस है, आपको नींद नहीं आती रात भर गैस के कारण। जय महाकाल। ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ടോ? ഉണ്ടോ? കറക്റ്റ് മനസ്സിലാക്കിയല്ലേ? ഗ്യാസ് ഉണ്ടോ? സത്യമാണോ? ഉണ്ട്, വൈറ്റ് പ്രോബ്ലം ഉള്ളതാണ്. ആണ് കറക്റ്റ് മനസ്സിലാക്കിയല്ലേ പുള്ളിക്കാരി? ഉണ്ടോ? ഉണ്ടോ? തല നീട്ടിക്കൊടു, നിന്റെ കഷണ്ടി തല നീട്ടിക്കൊടു, തലയ്ക്ക് അടിച്ച് പൊട്ടിക്ക്. आदेश, ഉണ്ടോ? അപ്പോൾ ठीक हो जाएगा बेटा। ഗ്യാസ് ഹോ ഗയാ? അപ്പോൾ പ്രോബ്ലം എല്ലാം हो जाएगा ठीक। ഓക്കെ. അപ്പോൾ എന്തായാലും അധികം സംസാരിക്കുന്നില്ല, കാരണം അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ ഭാഷ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഒരു വല്ലാത്ത അനുഭവം ഇപ്പോൾ അല്ലേ സമയം? ഓക്കെ. അത് അത് മൈക്ക് നിക്കലോന ഭയ്യ, മൈക്ക് നിക്കലോന മൈക്ക്. ഓക്കെ. ഇത് കണ്ടോ വീണ്ടും വെള്ളം കുടിക്കുന്ന, വീണ്ടും വെള്ളം കുടിക്കുന്നുണ്ടോ? ഓക്കെ. മദ്യമാണോ വെള്ളമാണോ ഇത്? ആണോ? അപ്പോൾ എന്തായാലും ആശീർവദിക്കുകയാണ്, ആശീർവദിച്ച് വിടുകയാണ്. അപ്പോൾ ഇതോടെ കലാപരിപാടി അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പൊന്നു ശ്യാമ, ഇതെന്തോ ഇത് നമ്മുടെ ആരോഗ്യമുള്ളവർക്കൊന്നും പറ്റാത്ത കാര്യമാണ് കാണിക്കുന്നത്. ഒരു പെങ്കൊച്ചാണെന്ന് ഓർത്താണോ? മൂന്നോ നാലോ പെഗ് അടിച്ചപ്പോൾ തന്നെ നോക്കിയത്. സത്യം പറഞ്ഞാൽ ഇതെന്തോ, ഇത് ഒരിക്കലും ഒരു മായമല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞത് കണ്ടോ, ഇത് ഭയങ്കര ഒറിജിനൽ സാധനമാണിത്. എന്നിട്ടാണ് ഒരു വെള്ളം പോലും അധികം ചേർക്കാതെ അടിക്കുന്നത്. സോറി 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 അപ്പോൾ അടുത്ത് നിൽക്കാൻ പോലും പാടില്ല. കാര്യം ഇവർക്ക് ഈ പറയുന്ന പോലെ ഈ കൊച്ചു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ആയതുകൊണ്ട് നമുക്ക് അടുത്ത് പോലും നിൽക്കാനുള്ള ഒരു പെർമിഷൻ അവർക്ക് അവർ തരത്തില്ല. जय महाकाल അപ്പോൾ ഇത് आदेश। അപ്പോൾ വീണ്ടും അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പെങ്കൊച്ച അടിയോടടിയാണ്, രാവിലെ മുതൽ അടിയോടടിയാണ്. ഒരു പെൺകുട്ടി നന്നായിട്ട് അടിച്ച് ഫിറ്റായിട്ട് നടക്കാൻ പോവുകയാണ്. ഇത് കണ്ട പിടിക്കുന്ന സ്റ്റൈൽ, ആ പിടുത്തമാണ് ഭയങ്കരം കേട്ടോ. ആദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് പിടിക്കുന്നത്. അപ്പോൾ അടിച്ച് ഇനിയിപ്പോൾ കൊച്ചു അവിടെ നടക്കാൻ പോകുന്നത് എനിക്കറിയാം. ഇനിയിപ്പോൾ അപ്പനും അമ്മയൊക്കെ വന്ന് താങ്ങ് എടുത്തുകൊണ്ട് പോകുമോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഒരു ആംഗ്ലച്ചെറുക്ക് അടുത്ത് നിൽപ്പുണ്ട്, അവനാണ് ഈ പെങ്കൊച്ച് ഇത്ര വഴി തെറ്റിക്കുന്നത്. ഓക്കെ. എന്തായാലും ഭയങ്കര സംഭവമാണ്. മാതാജി കിതർ ജാരേ കിതർ ജാരേ കിതർ ജാരേ മാതാജി കിതർ ജാരേ. പെങ്കൊച്ച് ആടുന്നുണ്ട് കേട്ടോ. ഭയ്യ കിതർ മാതാക്കി. അപ്പോൾ അമ്മയുടെ കൂടെ പോകാനാണ് പറഞ്ഞത്. ശ്യാമേ ഇതെങ്ങോട്ട് പോകും? ഇങ്ങോട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവരുടെ കൂടെ ഒന്ന് പോവാം കേട്ടോ. നമുക്കിത് എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ല. എന്തായാലും കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ആ സ്ഥലത്ത് ആ ശ്മശാനത്തിലേക്ക് പോകുന്നല്ലോ ശ്യാമേ. ആ ശവ അടക്കിയിടത്തേക്ക് പോകുന്നല്ലോ. ഇത് അവിടെ ആൾക്കാരൊക്കെ അടക്കിയ സ്ഥലമാണ്. അടക്കിയെന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ച സ്ഥലമാണ്. അങ്ങോട്ടാണ് ഇവർ പോകുന്നത്. ആങ്ങളെ പെങ്ങളോട് എന്താ ചെയ്യാൻ പോകുന്നത് അറിയത്തില്ല. ഇവരെ നമുക്ക് അങ്ങോട്ട് കൺവിൻസ് ചെയ്യാനും പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര ലാംഗ്വേജ്, എനിക്ക് ഭയങ്കര പ്രശ്നമാണത്. തമിഴ് പിന്നെയും പിടിക്കാൻ പറ്റും, പക്ഷേ ഇത് ഭയങ്കര പാടായതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് അറിയത്തില്ല. എന്തായാലും അവരുടെ തൊട്ട് പുറത്ത് തന്നെ ഞാനും ഉണ്ട്. അവർ ആ ശ്മശാനത്തിലേക്ക് എത്തി. ഇവിടെയാണ് ആൾക്കാരെയൊക്കെ അടക്കുന്നത്. ഇത് കത്തിക്കരിഞ്ഞ ഒരു സാധനം നിൽക്കുന്നു, തൊട്ടുപുറത്ത് അടക്കാൻ വേണ്ടി സജ്ജീകരിച്ച ഒരു സാധനം നിൽക്കുന്നു. ഇതൊരു കൂടാണ്, കൂട്ടിനകത്താണ് ഇട്ട് ദഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യാൻ പോകും നോക്കാം. ഇവിടെ അവിടെ പൂജയൊക്കെ ചെയ്യുവാണ്. എന്താ സംഭവം നടത്തിയത് നമ്മൾ കണ്ട് മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ, ചോദിക്കാൻ പറ്റത്തില്ല. ഈ പെങ്കുച്ച് അധികം മിണ്ടത്തില്ല. കുട്ടി മിണ്ടുന്നില്ലെന്ന് ഏതോ സിനിമയിൽ പറയുമല്ലോ മോഹൻലാൽ, അതുപോലെയാണ് ഇതിൻ്റെ അവസ്ഥ. അയ്യോ നോക്ക്, ഇതൊക്കെ തിന്നുന്ന കേട്ടോ ഈ ആൾക്കാർ കൊണ്ട് വെച്ചിരിക്കുന്ന ഈ കവോന ഇതൊക്കെയാണ് തിന്നുന്നുണ്ട് പാവങ്ങളെ. ആൾക്കാർ ശവത്തിന് കൊണ്ട് വെച്ചേക്കുന്ന ആപ്പിളും അതുപോലെ പഴമൊക്കെയാണ് തിന്നുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് അവിടെ ആഹാരം, ഇതൊക്കെയാണ് ആഹാരം. പച്ചരിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വാരി തിന്നുന്നത്. ഈ പാവങ്ങൾ വിശപ്പടക്കുന്നത് ഇതുകൂടി കഴിച്ചിട്ടാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇങ്ങനെയും ജീവിതം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര പയ്യൻ പക്ഷെ നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വാരി തിന്നു നോക്ക്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. കഷ്ടം തന്നെ കേട്ടോ.
എൻ്റെ പൊന്നമ്മച്ചി, എനിക്ക് വേണമെന്ന്. എന്തായാലും ഭയങ്കര കാഴ്ചയായിപ്പോൾ അല്ലേ? ഇതൊക്കെ നിങ്ങൾ കാണണം. ഇങ്ങനെയൊക്കെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞെട്ടിക്കുന്ന കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാണ്. കണ്ടോ, ഒരു പെൺകുട്ടിയും അതിൻ്റെ സഹോദരനോട് ചേർന്ന് കാണിച്ചു കൂട്ടുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ കാണുന്നത്. ഒക്കെ വിശക്കുന്നുണ്ട്, ആപ്പിൾ തിന്നുന്നു, ഒക്കെ നന്നായിട്ട് വലിച്ചു വരുത്തി. നൈ 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 അപ് കാവനാ നൈ ചായേ മുച്ച ഫൂക്ക് നയ്യേ. അയ്യോ, അപ്പോൾ അടിച്ച് ഫിറ്റാണ് കേട്ടോ. അതുകൊണ്ട് തലയും കണ്ട് കറങ്ങുന്നു, ആടുന്നുണ്ട് കേട്ടോ. ആടുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ആടുന്നുണ്ട്. അപ്പോൾ നല്ല തലയ്ക്ക് പിടിച്ചു തോന്നുന്നു. പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരി ഇവരുടെ ആചാരങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവിടം വിടാനുള്ള സമയമായിട്ടുണ്ട്. ഈ ശ്മശാനം അവരുടെ ജീവിത മാർഗമാണ്. ആ പെങ്കൊച്ച് ധ്യാനത്തിലേക്ക് മുഴുകുകയാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്ക്, ഇതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വൃത്തിയാക്കിയിട്ട സ്ഥലത്തേക്ക് ഒരു ശവം വരും, അത് കത്തിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ പ്രാർത്ഥനയുമായിട്ട് ഈ പെൺകുട്ടി കഴിഞ്ഞു കൂടും, കൂടെ സഹോദരന്. എന്തായാലും ഇവരെ നമുക്ക് അതിൻ്റെ വഴിക്ക് വിടാം അല്ലേ ശ്യാമേ? അവർ ജീവിച്ചു പോട്ടല്ലേ? അവരുടെ സ്വൈര വികാരം നമ്മൾ പങ്കും വരുത്തണ്ട, മാറുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ മാതാജി ആദേശ് ദൂർസ്. ഓക്കെ 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 ദൂർസ്. ഈ ചെറുക്ക ഇതിനു വേണ്ടി മാത്രം നിർത്തിയേക്കോ, ദൂർസ് പറയാൻ വേണ്ടി ഇല്ലേ? സെക്യൂരിറ്റി പോലെ നിർത്തിയേക്കോ, അടുപ്പിക്കുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ. അയ്യോ നോട്ടം കണ്ടോ? ആദേശ് അമ്മ, ആദേശ് എന്ന് പറയുന്നത് സംഭവം എന്തോ ബുധനായി കുറെ നേരിട്ട് ആദേശം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. സാധനമാണ്, വാക്യമാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പാവങ്ങൾക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്തിട്ട് പോകാം അല്ലേ? കഷ്ടം അമ്മ ദൂർസ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അവർക്ക് അതിനുള്ള ഒരു ചെറിയ പ്രതിഫലം, അവരെങ്ങനെല്ലാം ജീവിച്ചോട്ടെ. ആ പൈസയൊക്കെ അവർ ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത്രയും നേരം നമുക്ക് ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തന്നല്ലോ, അതിന് വലിയ കാര്യം തന്നെ. തലയോട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, തലയോട്ടിയുടെ സമയമാണ് ഇരിക്കുന്നത്. മാതാജി ആദേശ്. ഓക്കെ, എന്തായാലും ഇങ്ങനെയും ജീവിതങ്ങളും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ കാണുന്ന ഒരു വിശ്വാസത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. അല്ല, അവിടെ എന്തോ പുതപ്പിക്കുന്നത്? അതിന് സംഭവം പുതപ്പിച്ചേ ബോഡി. എനിക്ക് ശവത്തിലൊക്കെ ഇടുന്ന ബോഡിയുടെ ഇതാന്ന് തോന്നുന്നു അല്ലേ? തുണിയാന്ന് തോന്നുന്നു. ടാങ്കിൽ അതിനിടുന്നല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ശവത്തിന് പുതച്ചിരുന്ന ആ പുതപ്പാണ്, ആ തുണിയാണ്. ഈ ശവത്തിനൊക്കെ പുതയ്ക്കുമല്ലോ, ആ വെള്ള തുണിയാണ് ഇപ്പോൾ ഈ സ്ത്രീയുടെ ദേഹത്ത് പുതച്ചേക്കുന്നത്. കഷ്ടം കേട്ടോ, വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്തായാലും ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇതല്ല, ഇതിനപ്പുറം നമ്മൾ കാണും. കൊച്ചു മുദ്രയിലേക്ക് കടന്ന് കേട്ടോ, ദ്വിമുദ്ര, ത്രിമുദ്ര, 4 മുദ്ര എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ നാട്ടിൽ. അതുപോലെ എന്തൊക്കെയോ മുദ്രകളിലേക്ക് കടന്ന് ഇനി നമുക്ക് എന്തായാലും വിടവാങ്ങാനുള്ള സമയമാണ്. ഇനി അവരവരുടെ ലോകത്തിലേക്ക് വിടാം. ഇനി എങ്ങനെയോ ജീവിക്കട്ടെ അല്ലേ? നമ്മളൊന്നും തിരക്കണ്ട. നമ്മൾ ഇതൊക്കെ തിരക്കി കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം പോകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സ്ഥലം വിട്ട് അടുത്ത സ്ഥലം പിടിക്കും. അവർ എഴുന്നേറ്റല്ലേ പോവാണോ? എങ്ങോട്ട് അത് മരിക്കുന്ന മറ്റേ അങ്ങോട്ട് പോകുന്നല്ലേ? മറ്റേ അടയ്ക്കെടുത്ത് ദഹിപ്പിച്ചെടുത്ത് ദൈവമേ, ഇതുകൊണ്ട് ദഹിപ്പിച്ച സ്ഥലത്ത് പോകണം. ഇതുകൊണ്ട് അയ്യോ ആ ഭസ്മം എടുത്ത് ഇടുന്നു കേട്ടാ. എൻ്റെ ദൈവമേ നോക്ക്, ഏതോ മനുഷ്യൻ്റെ അസ്ഥി പൊടിഞ്ഞ ആ ഭസ്മം എടുത്ത് ദേഹത്തേക്ക് ഇടുകയാണ്. എൻ്റെ ദൈവം, എന്തൊക്കെ ആചാരങ്ങൾ ഇത് കാണണ്ടേ? അയ്യോ, അതിന് പൊടി തന്നെ എൻ്റെ വയലോട്ട് വരുന്നു കേട്ടോ. ഓ നോക്ക്, എനിക്ക് വയ്യ നോക്ക്, അതൊക്കെ എടുത്ത് ഇടുന്നു കേട്ടോ. ഓക്കെ 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 മതി. ഓ നൈ 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 ചായേ നമുക്ക് വേണമെന്ന് ചോദിക്കുന്നത്. വേണം നൈ ചായേ, നമുക്ക് അവസാനിപ്പിക്കാം. നൈ ചായേ. ഓക്കെ, താങ്ക് യു. നൈ നൈ വേണം സ്മെൽ നഹി ചാഹിയേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറേ നേരം അവസാനിപ്പിക്കാം. ഓക്കെ ജാവോ. ഓക്കെ ജാരെ പോകാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ നേരിട്ട് അവസാനിപ്പിക്കാൻ നോക്കിയിട്ട് ഇവരുടെ ആ ഒരു ഇത് കണ്ട് നമുക്ക് പോകാൻ തോന്നുന്നില്ല. പിന്നെ ഓരോ ഓക്കെ ജാരെ പോകാനാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ സമയം നമ്മൾ അതിക്രമിച്ച് കയറിയതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി കിടുകിടുക്കൻ എപ്പിസോഡ് കൊണ്ട് വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും